ഹലോ ഗൈസ്, എഡ്യൂഡ് എക്സ്പോർട്ടിന്റെ പുതിയ രീതിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും. റിയൽമി 6 Pro ഫ്ലിപ്കാർട്ട് വഴി ഡെലിവറി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് ഇപ്പോൾ 9-ാം തീയതിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇന്നാണ് കിട്ടിയത്. ലോക്ക്ഡൗൺ ഒക്കെ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയത്. അപ്പോൾ നമ്മുടെ ഈ റിയൽമി 6 Pro ആണ് നമ്മൾ ഓർഡർ ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷനും ആ ഫസ്റ്റ് ലുക്കും ടോട്ടൽ ഒരു ചെറിയൊരു സ്പെസിഫിക്കേഷൻ വീഡിയോ ആണ് ഇന്നത്തെ ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റ് ഒക്കെ തോന്നുന്നുണ്ട്. എന്താണെന്ന് അറിയത്തില്ല. ഞാൻ ഒന്നും ഓപ്പൺ ചെയ്തില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഒന്നും ഓപ്പൺ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ലൈവായിട്ടാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് കുറച്ച് ലേറ്റായി വന്നപ്പോൾ ഒരു 5 ദിവസത്തോളം എടുത്തിട്ടുണ്ട് ഡെലിവറി ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയുണ്ടെന്ന് ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് വരാം. നമ്മളൊരു നൈഫൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നേരിട്ട് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ റിയൽമി 6 Pro എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോൺ. ബില്ല് തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെയുള്ള ബില്ലിൽ പ്രൈസ് കൊടുത്തിട്ടുണ്ട്. 18,999 രൂപയാണ് പ്രൈസ് ആയിട്ട് അവർ പറയുന്നത്. ഞാൻ ബില്ല് നമുക്ക് മാറ്റി വെച്ചേക്കാം. MP ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് റിയർ സൈഡിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അത് 20x ഹൈബ്രിഡ് സൂം വരെ പറ്റുന്നതാണ്. പിന്നെ ഡിസ്പ്ലേയിൽ 2 ക്യാമറയാണ് സെൽഫിക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ OnePlus ഫോണിലൊക്കെ കണ്ടുവരുന്ന കണക്കുള്ള 90 Hz സ്മൂത്ത് ഡിസ്പ്ലേ ഇവിടെ ഒരു റിഫ്രഷ് റേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ 30 വാട്ടിന്റെ ഒരു ഫ്ലാഷ് ചാർജർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4300 mAh ആണ് ബാറ്ററി. കൂടാതെ QUALCOMM SNAPDRAGOന്റെ 720G എന്ന് പറഞ്ഞ പ്രോസസ്സറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ തുറന്നു വരുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് കാണുന്നത്. വെൽക്കം ടു റിയൽമി ഫാമിലി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ഒരു ബുക്കിലെറ്റ് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ റിയൽമി സ്മാർട്ട് ഫോൺ. കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറ്റി. ഈ ബോക്സിൽ എന്തൊക്കെ ഉണ്ടെന്ന് ആദ്യം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ആ ലീഫ്ലെറ്റിനകത്ത് തുറന്നു നോക്കുമ്പോൾ ഒരു കേസാണ്, സിലിക്കൺ കേസാണ് നമുക്ക് കിട്ടുന്ന. ഫോണിൻ്റെ സിലിക്കൺ കേസ് കിട്ടുന്നുണ്ട്. പിന്നെ കുറച്ച് വാറണ്ടി മാനുവലും യൂസർ മാനുവലും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് മാറ്റാം. ഇന്നത്തെ ബോക്സിനകത്ത് എന്തുണ്ടെന്ന് നോക്കാം. ബോക്സിനകത്ത് ചാർജർ, ഇതാണ് അഡാപ്റ്റർ. അത്യാവശ്യം നല്ല വലിയ അഡാപ്റ്റർ തന്നെയാണ്. റിയൽമിയുടെ ലോഗോ ഒക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ റേറ്റിംഗ് ഇവിടെ കാണുന്നത് 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല. അപ്പോൾ 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ഒരു വലുതാണ്. ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന ചാർജിങ് കേബിൾ എന്ന് പറയുമ്പോൾ USB Type-C കേബിളാണ് നമുക്കിവിടെ ചാർജിങ്ങിനായിട്ടും ഡാറ്റ ട്രാൻസ്ഫറിനായിട്ട് കിട്ടിയിരിക്കുന്നത്. പിന്നെ അതിനകത്ത് സിം എജക്ഷൻ ടൂള്, ആ ഒരു ടൂളും കൂടെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കണ്ടന്റുകളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ. ഇനി ആ കവർ ഒന്ന് മാറ്റി അത് പുറത്തോട്ടെടുക്കാം. ഇതാണ് നമ്മുടെ ആ ഒരു സ്മാർട്ട് ഫോൺ. ആ സ്റ്റിക്കറൊക്കെ ഒന്ന് മാറ്റാം. നമ്മുടെ റിയൽമി 6 Pro എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോൺ. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്ന് നോക്കാം. അപ്പോൾ റൈറ്റ് സൈഡിനകത്താണ് ഫിംഗർ പ്രിൻ്റ് ഉള്ളത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻ്റാണ് ഇവിടെ ഉള്ളത്. പവർ ബട്ടണും ഫിംഗർ പ്രിന്റും കൂടെ മെർജ് ചെയ്തിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഫോണിന്റെ ബോട്ടം സൈഡിൽ ഒരു സ്പീക്കർ കിറ്റിലുണ്ട്. പിന്നെ USB Type-C പോർട്ട് ഉണ്ട് ചാർജിങ്ങിനും ഡാറ്റ ട്രാൻസ്ഫറിനുമായിട്ട്. പിന്നെ ഒരു 3.5 mm ഹെഡ്ഫോൺ ജാക്ക്. പിന്നെ ഒരു മൈക്രോഫോണ്. പിന്നെ ഫോണിന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ വോളിയം ബട്ടൺസ് ആണ് ഇവിടെ അപ്പ് ആൻഡ് ഡൗൺ കാണിച്ചിരിക്കുന്നത്. പിന്നെ സിം ട്രേ കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ്. ഫോണിന്റെ ടോപ്പിൽ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. നോയിസ് ക്യാൻസലേഷൻ മൈക്ക് മാത്രമേ ഉള്ളൂ.
അപ്പോൾ ഇതാണ് ജസ്റ്റ് ഒരു ഫോണിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട്. പിന്നെ ഫോണിൻ്റെ ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്ക് സൈഡിൽ 64 മെഗാ പിക്സലിൻ്റെ ഒരു കോഡ് ക്യാമറ സെറ്റപ്പാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഒരു LED ഫ്ലാഷും അതിനെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു റിയൽമിയുടെ ലോഗോ ബോട്ടം സൈഡിൽ ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ബാക്ക് ഫോണ് ഗ്ലാസി ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷനും ഉണ്ടെന്ന് ഒരു കമ്പനി പറയുന്നുണ്ട്. പിന്നെ ഒരു ലൈറ്റ്നിങ് ബ്ലൂ എന്ന് പറഞ്ഞതാണ് ഈ ഒരു കളറിൻ്റെ പേരായിട്ട് അവർ പറയുന്നത്. ഫ്രണ്ട് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡുവൽ ക്യാമറ സെറ്റപ്പാണ് സെൽഫിക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. 8 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയും 16 മെഗാ പിക്സലിൻ്റെ മെയിൻ സെൻസറും ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ജസ്റ്റ് ഒരു ഓവർവ്യൂ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ബാക്കിയൊക്കെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോണിൻ്റെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒരു റിവ്യൂ കൂടെ അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ ഇതാണ് ജസ്റ്റ് ഒരു ഫോണിൻ്റെ അൺബോക്സിങ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ ആയിട്ട് തോന്നുന്നത്. നല്ല ഫീൽ ഗുഡാണ്, കയ്യിലൊക്കെ ഉപയോഗിക്കാൻ കൊള്ളാവുന്നതാണ്. ഇത് 6.67 ഇഞ്ച് സൈസ് ഉണ്ടെങ്കിൽ കൂടി കയ്യിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ഫോൺ തന്നെയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കവറൊന്ന് ഇട്ട് നോക്കാം, എങ്ങനെ കംഫർട്ടബിൾ ആണെന്ന് നോക്കാം. ഈ ഒരു സിലിക്കൺ കേസ് നമ്മൾ ഫോണിൽ ഇട്ടിട്ടുണ്ട്. നല്ല കംഫർട്ടബിൾ ആണ്, നമുക്ക് യൂസ് ചെയ്യാനുമായിട്ടും ഫോണിന് നല്ല രീതിയിൽ സ്യൂട്ട് ആവുന്നുണ്ട്. പിന്നെ നമ്മുടെ ആ ചാർജിങ് പോർട്ടൊക്കെ ഒന്ന് ക്ലോസ്ഡ് ആയിട്ടുള്ള സിലിക്കൺ കേസാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു കവറും നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഓവറോൾ നല്ലൊരു അഭിപ്രായമാണ് ഈ ഫോണിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. റിയൽമി 6 പ്രോയുടെ ഒരു ലൈറ്റ്നിങ് ഡിസൈനാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു അൺബോക്സിംഗ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക. അപ്പോൾ പുതിയൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.